പെരിയാർ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. ഉത്ഭവിച്ച ശേഷം ഇടുക്കി, എറണാകുളം എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി ഇത് 2 കൈവഴിയായി മാറുന്നു. മാർത്താണ്ഡൻ പുഴ എന്നും മംഗലം പുഴ എന്നുമാണ് ഇതറിയപ്പെടുന്നത്. മംഗലം പുഴ എന്നും 2 കൈവഴിയായി തിരിയുന്നു. മാർത്താണ്ഡൻ പുഴ വെമ്പനാട്ടു കായലിലാണ് പതിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ അത് അറബിക്കടലിൽ ചെന്നു ചേരുന്നു. മംഗലം പുഴ ചാലക്കുടി പുഴയിലാണ് പതിക്കുന്നത്. മംഗലം പുഴ ചാലക്കുടി പുഴയിലാണ് പതിക്കുന്നത്. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും ഉള്ളത്. പെരിയാറിലുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഇടമലയാർ അണക്കെട്ട്, ഇടുക്കി അണക്കെട്ട്. 2 ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉള്ളത്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ് ഇതുള്ളത്. കൂത്തുങ്കൽ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. അടുത്തത് ലോവർ പെരിയാർ അണക്കെട്ട്. നേരിയമംഗലം അണക്കെട്ട്. പള്ളിവാസൽ ചേങ്കുളം അണക്കെട്ട്. ഇത് രണ്ടും അടുത്തടുത്തുള്ള അണക്കെട്ടുകളാണ്, പള്ളിവാസലും ചേങ്കുളവും. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. ആദ്യത്തേതാണ് പള്ളിവാസൽ. സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. അടുത്തതാണ് ചേങ്കുളം. ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ പദ്ധതിയിൽ നിന്നും ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചേങ്കുളം ജലവൈദ്യുത പദ്ധതിയിലാണ്. പള്ളിവാസലിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞു വരുന്ന ജലവും മുതിരപ്പുഴയിലെ ജലവും ഉപയോഗിച്ചാണ് ചേങ്കുളത്ത് ജലവൈദ്യുത പദ്ധതി റൺ ചെയ്യുന്നത്. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിലാണ്, പതിക്കുന്നത് വേമ്പനാട്ടു കായലിലാണ്. 244 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഒഴുകുന്നത് ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ കൂടിയാണ്. ഒരുപാട് ജലവൈദ്യുത പദ്ധതികൾ, അതായത് പള്ളിവാസൽ, കൂത്തുങ്കൽ, ചേങ്കുളം, ഇടുക്കി, നേരിയമംഗലം, ലോവർ പെരിയാർ എന്നിങ്ങനെ ഉള്ള ധാരാളം അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും പെരിയാർ നദിയിൽ നിലനിൽക്കും. കേരളത്തിലെ നദികളാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. നമുക്ക് 44 നദികളാണ് കേരളത്തിലുള്ളത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. അതായത് പടിഞ്ഞാറോട്ട് 41 നദികൾ ഒഴുകുന്നു. പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ഈ സൈഡിലേക്ക് നദികൾ ഇങ്ങോട്ടേക്ക് ഒഴുകി അറബിക്കടലിൽ ചേരുന്നതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, അതായത് തമിഴ്നാട്, കർണാടക ആ ഭാഗത്തേക്ക് ഒഴുകുന്ന നദികൾ, അതാണ് കിഴക്ക് അല്ലേ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് പാമ്പാർ, ഭവാനി, കബനി. ആ 3 നദികളും കിഴക്കോട്ടാണ്, അതായത് ഈ സൈഡിലോട്ടാണ് ഒഴുകുന്നത്. ബാക്കി 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ്, അതായത് അറബിക്കടലിലാണ് പതിക്കുന്നത്. പാമ്പാർ, കബനി, ഭവാനി ഈ 3 നദികളുമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത്. 12 നദികളാണ് കാസർഗോഡ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ്
ഈ നദിയുടെ നീളം. ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഒരുപാട് അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും പെരിയാറിലുണ്ട്. ഇതിൻ്റെ വിശേഷണങ്ങളാണ്: ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള നദിയുമാണ് പെരിയാർ. പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. പൂർണ്ണ എന്ന് പരാമർശിച്ചത് ആരാണ്? ശങ്കരാചാര്യരാണ് പൂർണ്ണ എന്ന് പരാമർശിച്ചത്. പെരിയാറിനെ പൂർണ്ണ എന്നാണ് ശങ്കരാചാര്യർ പരാമർശിച്ചത്. ചൂർണി എന്ന പേരിൽ അർത്ഥശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന നദി. ചൂർണി എന്ന പേരിൽ എവിടെയാണ്? അർത്ഥശാസ്ത്രത്തിലാണ് അറിയപ്പെടുന്നത്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഈ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത്. അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും ഏറ്റവും കൂടുതലുള്ളത് ഈ പെരിയാറിലാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയും എറണാകുളവുമാണ്. ജില്ലകൾ ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി അറിയാലോ. ഇടുക്കി, എറണാകുളം അല്ല, ഇടുക്കിയും എറണാകുളവുമാണ് പെരിയാർ ഒഴുകുന്ന സ്ഥലങ്ങൾ. ഇടുക്കിയും എറണാകുളവും പെരിയാർ ഒഴുകുന്ന സ്ഥലങ്ങളാണ് ഇവ രണ്ടും. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചേങ്കുളം, പള്ളിവാസൽ, പന്നിയാർ, നേരിയമംഗലം, ഇടുക്കി, കൂത്തുങ്കൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ചേങ്കുളം ജലവൈദ്യുത പദ്ധതി. പള്ളിവാസലിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ചേർന്ന് നിർമ്മിക്കുന്നതാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ചേങ്കുളം ജലവൈദ്യുത പദ്ധതി. ചേങ്കുളവും പള്ളിവാസലും പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയിലാണ്. പള്ളിവാസലും ചേങ്കുളവും മുതിരപ്പുഴയിലാണ്. പന്നിയാർ, നേരിയമംഗലം, ഇടുക്കി. ഇടുക്കി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കാനഡയുടെ സഹായത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചത്. കാനഡയാണ് ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇതിക്ക് സഹായം നൽകിയത്. നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ മുതിരപ്പുഴയിലാണ്. കൂത്തുങ്കൽ കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. പദ്ധതിയാണ് കൂത്തുങ്കൽ രാജാക്കാട്, ഇടുക്കി ജില്ലയിലെ രാജാക്കാടാണ് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി ഉള്ളത്. പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ തേക്കടിയും തട്ടേക്കാടുമാണ്. പ്രസിദ്ധമായ സ്ഥലങ്ങൾ കാലടി. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും പെരിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. ഇതെല്ലാമാണ് പ്രസിദ്ധമായ സ്ഥലങ്ങൾ. പെരിയാർ നദി ഒഴുകുന്നത് എറണാകുളം, ഇടുക്കി എന്നീ ഭാഗങ്ങളിൽ കൂടിയാണ്.